ചേട്ടന് എന്ത് ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സകല പല പല പെൺകുട്ടികളുടെയും അന്നത്തെ ഒരു ചോക്ലേറ്റ് ഹീറോ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കല്യാണം കഴിച്ച ഒരാളാണ്. കേൾക്കട്ടെ, എന്താണ് അട്രാക്ട് ചെയ്യുന്നത്, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേട്ടൻ്റെ? കുടുംബം നോക്കും. ഭയങ്കര മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു ചേച്ചിയാണല്ലേ. വേറെ ഒന്നും ബാഹ്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ കുടുംബം നോക്കുന്നത്. ഇങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്, അമ്മയെ നോക്കുന്നു, പെങ്ങളെ നോക്കുന്നു, കല്യാണ സമയത്ത് അത് വന്നപ്പോൾ പെട്ടെന്ന് അതാണ് ക്യാച്ച് ചെയ്തത്. നമ്മൾ അന്ന് ഈ പറഞ്ഞ പോലെ സിനിമ സീരിയൽ എന്നുള്ള ഒരു തിരിച്ചറിവോ ഇഷ്ടമോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പെണ്ണ് കാണാൻ പോകുന്ന അമ്മയും പെങ്ങളെയും ഒരു കൂട്ടാനും ഒക്കെ ആയിട്ടാണ്, പിള്ളേരും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീധനം ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു 50 പേരെ വിളിച്ച് ഒരു ചെറിയൊരു AC ഓഡിറ്റോറിയത്തിൽ 50 പേരെ ഉൾക്കൊണ്ട് ഒരു ചെറിയ രീതിയിൽ താലി കെട്ടി ആ മുഹൂർത്തം എനിക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് വിട്ടു. അവർ ലോകം മൊത്തം വിളിച്ച് എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിട്ടൊക്കെയാണ് അന്ന് കല്യാണം നടത്തിയത്. പക്ഷെ നമ്മൾ അന്നും സ്ത്രീധനം വാങ്ങിക്കാതെ ചോദിക്കാതെ, അതൊക്കെ നമ്മുടെ ഒരു അന്ന് നമ്മുടെ ആ ഒരു തീരെ ഇല്ലാത്ത വാടക വീട്ടിലാണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. നമ്മൾ അന്ന് കത്തി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ, ഔട്ട്ലുക്ക് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ഇന്നൊന്നും ഇല്ലാത്തവനൊക്കെ 100 കാറും കിട്ടിയിട്ട് പിന്നെയും ശ്വാസം മുട്ടിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. അതിനെയൊക്കെ അംഗീകരിക്കാൻ തോന്നിയിട്ടുണ്ടാവാം. പിന്നെ അനു പറഞ്ഞ പോലെ അടിസ്ഥാനം ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വേഷമോ ജാതിയോ മതമോ ഉദ്യോഗമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ വ്യക്തി സ്വന്തം അമ്മയും അച്ഛനെയും മര്യാദയ്ക്ക് നോക്കുന്നവരോ ബഹുമാനിക്കുന്നവരോ ഈ സ്വീകരിക്കുന്നവരോ ശുശ്രൂഷിക്കുന്നവരോ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ തിരിച്ചറിയാം. അതെ, ഇപ്പം ചേട്ടാ ഒരുപാട് ഇഷ്യൂസ് ഈ സ്ത്രീധനത്തിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. പിന്നെ ദുരഭിമാന കൊലകളാണെങ്കിലും കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ കാലം ശരിക്കും പുറകോട്ടാ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിന്ത കുറെ പുറകിലേക്ക് പോകുന്ന പോലെ ഇത്രയും 21ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് കാര്യം എന്താ അറിയോ, ഇത് എല്ലാ കാലവും നടന്നിട്ടുള്ളതാണ്. ഒരു 50 വർഷം മുമ്പ് നോക്കിയാലും നിങ്ങൾക്ക് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പറയാം, നിർത്തി കാമുകനെയും കാമുകയും തെങ്ങ കെട്ടിയിട്ട് കൂട്ടിയിട്ട് നാട്ട് നോക്കി കുഗ്രാമങ്ങളിൽ കത്തിച്ച സംഭവങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും, ചരിത്രത്തിൽ പണ്ടേ ഉണ്ട്. ഇത് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ മക്കൾ പറയുന്നില്ലേ, ടെക്നോളജി എന്ന് പറയുന്നില്ലേ, ആ ടെക്നോളജിയുടെ ഫലമായിട്ട് നമ്മൾ ആറ്റുനോറ്റ് കണ്ണേ കരളെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കുടുംബം നോക്കുന്നവരോട് ചോദിച്ചറിയാം. ഞാനൊക്കെ ഇന്നും പുറത്തു പോയി ഒരാൾ നോൺ കഴിക്കാതായിട്ട് വർഷങ്ങളായി. പക്ഷെ ഞാനൊക്കെ നോൺ കഴിക്കുന്ന കാലത്ത് ഒരാൾ നമുക്ക് കൂട്ടുകാരെവിടെയെങ്കിലും പോയി, അന്നുള്ള സുഹൃത്തുക്കൾ എവിടെയെങ്കിലും പോയി ഒരു ഫംഗ്ഷന് പോയി നല്ലൊരു ഫുഡ് വാങ്ങിച്ചു തന്നാൽ കഴിക്കാൻ മടിയാണ്. ഒന്നീ പൊതിഞ്ഞെടുക്കും, അല്ലെങ്കിൽ കഴിക്കാതെ വന്നിട്ട് ആ ഹോട്ടലിൽ പോയി വാങ്ങിക്കുന്ന കാശിന് 1 കിലോ ചിക്കൻ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ കൊടുത്ത് കഴിക്കും. 250 രൂപ അവിടെ കൊടുത്താൽ ഒരു പ്ലേറ്റേ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ എല്ലാ കുടുംബനാഥന്മാരും നിൽക്കുന്നത് പുറത്തു പോയി സ്വന്തം ആഹാരമോ വേഷമോ ഭൂഷ എല്ലാം അച്ഛനമ്മ ക്രെഡിറ്റൊക്കെ അമ്മമാർക്കാണ്. അച്ഛന്മാരുടെ ത്യാഗവും നെഞ്ചലക്കലൊന്നും ആരും കാണത്തില്ല. അച്ഛന്മാർ പെണ്ണുങ്ങളെ പോലെ പൊട്ടി കരയത്തൊന്നുമില്ല, പക്ഷെ നീറിക്കൊണ്ടേയിരിക്കും, അംഗീകാരവും കിട്ടത്തില്ല. ഇപ്പോൾ ഇരുന്നാലും ഇപ്പോഴും നാരായണനെ വെച്ച് ഞാൻ പറയാം, നാരായണൻ അമ്മയുടെ കൂടെ കിടക്കുള്ളൂ, എൻ്റെ കൂടെ കിടക്കത്തില്ല. നാരായണൻ എൻ്റെ കൂടെ നിൽക്കത്തുമില്ല. ഞാൻ നോക്കിക്കോളാം, അമ്മയ്ക്ക് സുഖമില്ല, അമ്മ പോയിട്ട് വട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. അത് കുറ്റമല്ല. ജനറൽ ലോകവ്യാപകമായിട്ട് അമ്മമാരോടൊരു അറ്റാച്ച്മെൻറ്റ് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും മക്കൾക്കും ഉണ്ടാവില്ല. അമ്മയുടെ നെഞ്ചത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വർഗീയത, മടിയിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എവിടെ കിട്ടും? അത് സത്യമാണ്, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം കൂടെയല്ലേ. പക്ഷേ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടല്ലോ ഉള്ളിൽ ഈ വാത്സല്യം. പക്ഷെ അത് വെളി കാണിക്കാതെ ആർട്ടിഫിഷ്യലായിട്ട് ഗൗരവം നടിച്ച് അതെന്തിനു വേണ്ടിയിട്ടാണ്? മക്കളെ ശാസിച്ച് വഷളാകാതിരിക്കാൻ വേണ്ടി. അച്ഛനോട് പറയുമെന്ന് പറഞ്ഞാൽ അച്ഛൻ അത്ര ഗൗരവം ഉണ്ടാവണം. അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് എന്ന് പറയുന്ന തരത്തിൽ അച്ഛനാവരുതല്ലോ. ആ ഒരു തുലനത്തിന് വേണ്ടിയിട്ടാണ്. അമ്മ ഫ്ലെക്സിബിൾ ആണെങ്കിൽ അച്ഛൻ കുറച്ച് റഫായി. ഇങ്ങനെ ഒരു തുലനം വെച്ചിട്ടാണ് മക്കളെ സ്ട്രെയിറ്റ് ആയിട്ട് നേര് വഴിക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം ഈ പെങ്ങളുടെ മക്കള്, ഈ മോൻ, ഇവരുടെയൊക്കെ ഗ്രഹനാഥനായിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഈ ഒരു സീരിയസ്നെസ് ഒരു മാസ്കായിട്ട് ആ ടൈമിൽ എടുത്ത് അണിഞ്ഞതാണോ ശരിക്കും? അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അത് ഞാൻ പറഞ്ഞുള്ള അമ്മയും പെങ്ങളും 2 പിള്ളേരും, ഭർത്താവില്ല. അപ്പോൾ പിള്ളേർ കുഞ്ഞാണ്. അപ്പോൾ ജനിച്ച് വീണപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ എടുത്ത് വളർത്തുന്നതല്ലേ. അപ്പോൾ ഞാൻ അനുവിനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് 2 മക്കളുണ്ട് ഓൾറെഡി. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ 3ാമതായിരിക്കും. എനിക്ക് 10 രൂപ കിട്ടിയാൽ അത് 3ആയിട്ട് ഭാഗം ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം. അത്രത്തോളം ഞാൻ അച്ഛനായവനാണ് കൊച്ചിലെ. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ജന്മം കൊണ്ടും ഞാൻ അച്ഛനായിട്ടാണ് സ്വീകരിച്ചത്. പക്ഷേ ക്ലൈമാക്സ് നമ്മൾ വെറുതെക്കാരനായിപ്പോയി, ഒന്നും ആയില്ല. 30 വർഷം നല്ല പോലെ ഈ കീടങ്ങളുടെ ഇടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അഗ്ലി വൈകൃത മനുഷ്യരുടെ ഇടയിൽ ചീഞ്ഞളിഞ്ഞതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ
കുനിഞ്ഞു കൊടുത്തോ, നിവർന്നിരുന്നോ, തല നിവർക്കാൻ പറ്റിയോ, അറ്റാക്ക് വരാൻ നെഞ്ച് പൊട്ടിപ്പോയോ എന്നൊക്കെ അറിയാതെ പള്ളക്ക് ഇടിയും അതും ഇതൊക്കെ വാങ്ങി പറ്റിച്ചതിൻ്റെ 500 ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിച്ച് 30 വർഷം കളഞ്ഞത് ഓട്ടക്കടത്തി വെള്ളം കോരിയതുപോലെ ആയിപ്പോയി. അതും എന്താ വിധി എന്നാണ് ഞാൻ പറയാം. ഇന്നവരാരും കൂടില്ല, ആരും കൂടെയില്ല, ആരുമായിട്ട് ബന്ധമില്ല. ഇപ്പം ഞാൻ 2.5 വർഷം 3 വർഷം ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിച്ച് തുടങ്ങുന്നു എന്ന് പറയുന്നത്. കാരണം അതുവരെ ഞങ്ങൾ സിനിമയ്ക്ക് പോകത്തില്ല, ഞങ്ങൾ മാത്രമായിട്ടൊന്നുമില്ല. അതുവഴി വരുമ്പോഴാണ് ഒരു 10 ബജി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ അമ്മയിരിക്കും, പെങ്ങളിരിക്കും, അവിടെ അനുവിൻ്റെ മുറിയാണെങ്കിൽ ആ മുറിയിലേക്ക് ഒരെണ്ണം പോലും അങ്ങോട്ട് പോകുന്നത്, നേരെ അമ്മയുടെ കയ്യിൽ പോകും. അമ്മയാണ് അനുവിന് കൊടുക്കുന്നത്. ഇങ്ങനെ സിസ്റ്റമായിട്ട് അങ്ങനെയാണ് ജീവിച്ചത്. വിവാഹമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് 38 വയസ്സ് വരെ സീരിയലിൽ നിങ്ങൾ കാണുന്ന കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ വിവാഹമില്ല, പ്രേമമില്ലാതെ ജീവിച്ചൊരാളാണ് ഞാൻ. അപ്പൊ 38 വയസ്സുണ്ടായിരുന്നോ? പിന്നില്ലേ, അത്ര തോന്നുന്നു. അല്ല, കല്യാണം കഴിക്കുന്നത് 38ാമത്തെ വയസ്സിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ കാണുന്ന ആ ഫ്രീക്കിന് അന്ന് ഫ്രീക്ക് പെണ്ണുങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരിലൊക്കെ നമുക്ക് ഇഷ്ടവും തോന്നിയിട്ടുണ്ട്, നമ്മളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. എന്നോട് ഈ കുട്ടികൾക്ക് തോന്നുന്നതിനേക്കാൾ ഉപരി കുട്ടികളുടെ കൂടെ വരുന്ന അമ്മമാർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. മോളെ കെട്ടിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട് ചില അമ്മമാർ. കാരണം നമ്മൾ അത്രത്തോളം ബഹുമാനം ഈ അമ്മമാരോട് കാണിക്കും. ഇപ്പോഴും ഞാൻ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായമായ അമ്മമാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി അല്ലെങ്കിൽ പോലും അവിടെ എല്ലാവരും വർക്കിലും കമ്പ്യൂട്ടറിലും ഇങ്ങനെയായിരിക്കും. അവർ വന്ന് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് പോയി കസേര ഇട്ട് കൊടുക്കും, ഇരിക്കാൻ പറയും. വയസ്സായവർ 1 മണിക്കൂർ നിന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഷുഗർ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ പോയി വെള്ളം എടുത്ത് കൊടുക്കും. ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന മര്യാദ പുറത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്ത് വില്ലൻ വേഷം ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രങ്ങളിൽ എവിടെ ചെന്നാലും അമ്മമാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആക്ട്രസിൻ്റെ ഒക്കെ അമ്മമാർക്ക് ഞാൻ ഭയങ്കര ബഹുമാനം കൊടുക്കും. എനിക്ക് എൻ്റെ സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുള്ള കാലത്ത് അമ്മയുടെ കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു. ഭാരതി അമ്മ, പത്മ അമ്മ, പിന്നെ ഗൗരി അമ്മ, അങ്ങനെ കുറച്ച് എൻ്റെ 2-3 20-25 വർഷമുള്ള മുസ്ലിം സുഹൃത്തുക്കളാണ്. അവരുടെ ഉമ്മമാർ എല്ലാവർക്കും നമുക്ക് വലിയ കാര്യമാണ്, ഇഷ്ടമാണ് എന്നെ. ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബം നോക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്തിനാണ്. അല്ലാതെ ഞാൻ സുന്ദരനോ, പിന്നെയല്ല സിനിമയിൽ പോലും വരുന്നത് സുന്ദരനാണെന്നോ അല്ലെങ്കിൽ സിനിമ അങ്ങനൊന്നുമല്ല. കുടുംബം നോക്കുന്ന ഒരാളെ എല്ലാവരും ഇഷ്ടപ്പെടും. അമ്മയെ സ്നേഹിച്ചാൽ അവനെ എല്ലാവരും സ്നേഹിക്കും. ഈ സ്ത്രീകൾ ഇത്രയും ബഹുമാനത്തോടെ കാണുന്ന ഒരാള് ഇപ്പം നമ്മുടെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ സംഘടനയിൽ ഇപ്പൊ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ്. അപ്പം ഇക്വാലിറ്റിയുടെ വേറൊരു ഫേസ് ആയിട്ടാണ് ഇപ്പൊ അതിനെ എല്ലാവരും കാണുന്നത്. ചേട്ടൻ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ നടക്കുന്ന ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാ സ്ത്രീകൾക്കെതിരെ ഉള്ള കാണുന്നതൊക്കെ? ആത്മീയ തലത്തിൽ ആത്മീയമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈക്വാലിറ്റി സൃഷ്ടിയിലേ ഉള്ളതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒന്നുള്ളതാണ്. നിങ്ങൾ പുറകോട്ട് പോയി ആദ്യം എടുത്താൽ ആദമിൽ നിന്ന് അവ്വ എന്നാ പറയാം, പുരുഷനിൽ നിന്ന് പ്രകൃതി എന്നാ പറയാം. സ്ത്രീയിൽ നിന്നെന്ന് പുരുഷൻ എന്ന് പറയുന്നത് പിന്നീടാണ്, അല്ലേ? അപ്പോൾ ഒരു ആദമിൻ്റെ ഭാര്യയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അല്ലേ? അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരേ ഒരു ശക്തി ഒരേ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് സ്ത്രീയെ. അപ്പോൾ നമുക്ക് എന്തായിരിക്കണം? ഈക്വൽ തന്നെയാണ്, ഞാൻ തന്നെയാണ് നീ. പക്ഷേ നീ വന്നത് എന്നിൽ നിന്നാവുമ്പം പരസ്പര ബഹുമാനം ഉണ്ടാവണം. എന്നിൽ നിന്നാണ് നീ വന്നതെങ്കിൽ നീ എന്നെ ബഹുമാനിക്കണം. എന്നിൽ നിന്നാണ് നീ വന്നതെങ്കിൽ നീ തന്നെയല്ലേ, അപ്പം നിന്നെ ഞാനും ബഹുമാനിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈക്വാലിറ്റി. പക്ഷെ ആണ് പെണ്ണ് സ്ഥാനം 35% 80% ഇതൊക്കെ എന്താ? മരത്തിൽ ഞാൻ കയറുമ്പോൾ നീയും കയറണം, ഞാൻ വെള്ളം അടിച്ചാൽ നീ വെള്ളം അടിക്കുക എന്ന് പറയുന്നതൊക്കെ ബാഹ്യമായ ചപലതകളോ അറിവില്ലായ്മയാണ്. അതിന് കൂട്ടുപിടിക്കേണ്ട കാര്യം. ഒരു സ്ത്രീക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ത്രീ പാലിക്കണം. അത് സ്വാതന്ത്ര്യമില്ലായ്മയല്ലല്ലോ. സ്ത്രീയെ നമ്മൾ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും വിവരമില്ലാത്തവരും അജ്ഞരും മൂഢരുമായിട്ടുള്ളവരൊക്കെ മനു ധർമ്മത്തെക്കുറിച്ചും പറഞ്ഞ വാക്കിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കുമല്ലോ. അച്ഛൻ ശ്ലോകവും സംസ്കൃത ശ്ലോകവും ഒക്കെ പറഞ്ഞിട്ടൊക്കെ വലിയ കത്തിച്ചു വിടും. അച്ഛന്മാർ പിതാവ് സ്ത്രീയായിട്ട് ജനിച്ച ഒരു കുഞ്ഞിന് പിതാവ് ആദിമം, പിന്നെ സഹോദരൻ, പിന്നെ ഭർത്താവ്, പിന്നെ അവസാനത്ത് മക്കളും പരിരക്ഷിക്കണം, അതല്ലാതൊരു സ്വാതന്ത്ര്യം സ്ത്രീക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവർ പിടിക്കുന്നത്. മനസ്സിലായില്ലേ? അത് തൻ്റെ തൊട്ട് താഴെ വരുന്നുണ്ട്. എവിടെ സ്ത്രീയെ പൂജിക്കുന്നോ ബഹുമാനിക്കുന്നോ അവിടെ മഹാലക്ഷ്മി ഐശ്വര്യം കുടികൊള്ളുന്നു എന്നുള്ള വരി ഇവർ വിട്ടിട്ട് ഇത് പറയുന്നു. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാവോ? സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്ന് പറഞ്ഞ് ചങ്ങലക്കിടുക എന്നല്ല അർത്ഥം. സ്വാതന്ത്ര്യം എന്ന് ഇല്ല എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ അത്രത്തോളം ബഹുമാനവും സ്ഥാനവും ആ സംരക്ഷണവും ഒരു സ്ത്രീക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഊന്നലാണ് അതിൻ്റെ പിന്നിൽ. അതായത് അച്ഛനായാലും ശരി, സഹോദരനായാലും ശരി, ഭർത്താവായാലും ശരി, മകനായാലും ശരി, ഒരു സ്ത്രീ ജീവിതത്തിൽ വന്നാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്
നിന്റെ സംരക്ഷണം ഇല്ലാതെ പാതിരാത്രി ഇപ്പോൾ ഒരു പെണ്ണ് പോയാൽ ഇന്നും നല്ല ഇനി എത്ര ടെക്നോളജി പുരോഗമിച്ചെന്ന് പറഞ്ഞാലും പോയാൽ പ്രശ്നം ഉണ്ടാവും. ഇവിടെ മോനിവിടെ കളിക്കാൻ കൂട്ടുകാരൊന്നും അടുത്തില്ല, അതുകൊണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ട് മോൻ അങ്ങോട്ട് കളിക്കാൻ പോയിരിക്കും. അതെ, ആൾക്ക് ഇങ്ങനെ കൂട്ടുകാരൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവന്റെ കളി അവിടെ നടക്കട്ടെ. അവനിവിടെ ഒറ്റയ്ക്കല്ല എല്ലോ, ആരെങ്കിലും കിട്ടിയാൽ പിന്നെ ഭയങ്കര ബഹളാ. അപ്പോൾ ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ഒക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിച്ചു. അതാണ് നേരത്തെ പറഞ്ഞത്, മറ്റേ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അവൻ ക്രിയേറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സമത്വം അല്ലേ. അപ്പൊ നമ്മുടെ അമ്മ അസോസിയേഷനിൽ ശ്വേത അവർ വന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. വരട്ടെ, നല്ല കാര്യമല്ലേ, എല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. പിന്നെ ഒരു സംഘടനയെ കൊണ്ടുപോകുന്ന, ഒരു കുടുംബം കൊണ്ടുപോകുന്നത് പോലെ എളുപ്പമല്ല. അതേ പാടാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ പാടാണ്. അത് റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ടായിരിക്കുമല്ലോ വന്നത്.